നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ത്യയിൽ E100 എത്തനോൾ കാറുകൾ പെട്രോളിനെ മാറ്റി സ്ഥാപിക്കുമോ? ഇന്ത്യയുടെ ഇന്ധന വിപ്ലവത്തിന്റെ സത്യം ഭാഗം 5ആണിത്. ഈ ഭാഗത്തിൽ ഫുഡ് ഓർ ഫ്യൂൾ എത്തനോൾ ഏറ്റവും വലിയ ഡിലിമ എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. നമ്മളുടെ തളികയാണോ നമ്മളുടെ ഫ്യൂൾ ടാങ്ക് ആണോ എന്നാണ് നമ്മൾ ഇതിൽ പരിശോധിക്കുന്നത്. അതിനു മുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ ബെൽ ഐക്കണും അമർത്തുക. എത്തനോൾ എന്നത് നമ്മൾ ആദ്യ പാർട്ടിൽ മനസ്സിലാക്കി. എത്തനോൾ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു എന്ന് നമ്മൾ രണ്ടാം ഭാഗത്തിൽ മനസ്സിലാക്കി. E20, E85, E100 ഫ്ലെക്സ് ഫ്യൂൽ വാഹനങ്ങളുടെ സാങ്കേതിക വിദ്യ നമ്മൾ മൂന്നാം പാർട്ടിൽ മനസ്സിലാക്കി. എത്തനോൾ സാമ്പത്തിക വ്യവസ്ഥയെ ആരാണ് പണം സമ്പാദിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിച്ചു നാലാം ഭാഗത്ത്. എന്നാൽ ഇന്ന് നമ്മൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം അതിലും വലുതാണ്. ഒരു രാജ്യത്തിന് മുന്നിലുള്ള ഏറ്റവും കഠിനമായ ചോദ്യമാണത്. 1 ഏക്കർ ഭൂമിയിൽ ഭക്ഷണം വളർത്തുന്നോ അതോ ഇന്ധനം ആണ് പ്രൊഡക്ഷൻ ചെയ്യേണ്ടത്? ഒരു തുള്ളി വെള്ളം കൃഷിക്കോ ഇന്ധനത്തിനോ, അല്ലെങ്കിൽ 1 ടൺ ചോളം ജനങ്ങൾക്ക് ഭക്ഷണമാക്കണോ കാറുകൾക്ക് ഇന്ധനമാക്കണോ എന്നാണ് ചോദ്യം. ഇതാണ് ലോകത്തൊട്ടാകെ വർഷങ്ങളായി നടക്കുന്ന ഫ്യൂൽ വേസ്റ്റ് ഫുഡ് ഡിബേറ്റ്. ഇന്ന് ഈ ചർച്ചയിലെ സത്യാവസ്ഥ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നമ്മൾ എടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഫുഡ് വേസ്റ്റ് ഫ്യൂൽ ഇത്രയും വലിയ ചർച്ചയാകുന്നത്? ലോക ജനസംഖ്യ വർദ്ധിക്കുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഭക്ഷണത്തിന് ആവശ്യം വർദ്ധിക്കുന്നുണ്ട്. അതേസമയം ഊർജം എനർജിയുടെ ആവശ്യതയും ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഒരു കൃഷിഭൂമി 2 ആവശ്യങ്ങൾ നിറവേറ്റണം. ഒന്ന് ഭക്ഷണം, പിന്നീട് ഇന്ധനം. അപ്പോൾ ഇതിൽ ഏതാണ് കൂടുതൽ നമുക്ക് ആവശ്യം? ഇതാണ് പ്രധാന സംഘർഷം ഇവിടുത്തെ. അടുത്ത പോയിന്റ് നമ്പർ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഇന്ത്യക്ക് എത്ര ഭൂമി ആവശ്യമാണ്? ഇന്ത്യക്ക് വലിയ കൃഷിഭൂമിയുണ്ട്. പക്ഷേ ആ ഭൂമിയിൽ ഇതിനകം തന്നെ നിരവധി വിളകൾ കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. അരി, ഗോതമ്പ്, ചോളം, പിന്നെ പച്ചക്കറികൾ, പിന്നെ അതേപോലെ ഫ്രൂട്ട്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ, പിന്നെ കരിമ്പ്. ഇവയിൽ ചിലത് ഭക്ഷണത്തിനും ചിലത് വ്യവസായത്തിനും ഉപയോഗിക്കുന്നു. അതിനാൽ എത്തനോൾ ഉത്പാദനം വർദ്ധിക്കുമ്പോൾ ഭൂമിയുടെ ഉപയോഗം എങ്ങനെ മാറും എന്നത് പ്രധാന ചോദ്യമാണ് അവിടെ. അടുത്ത പോയിന്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കരിമ്പും വെള്ളവും. കരിമ്പ് ഇന്ത്യയിൽ പ്രധാന എത്തനോൾ അസംസ്കൃത വസ്തുവാണ്. എന്നാൽ കരിമ്പ് പല പ്രദേശങ്ങളിലും കൂടുതൽ വെള്ളം ആവശ്യപ്പെടുന്ന വിളയിൽ കണക്കാക്കപ്പെടുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഒരേ അളവല്ല. കാരണം മഴ, മണ്ണ്, ജലസേചനം, കാലാവസ്ഥ എല്ലാം വെള്ളത്തിൻ്റെ ആവശ്യതയ്ക്ക് ബാധിക്കും. ആവശ്യതയെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനാൽ ചോദ്യം, വെള്ളം കുറവുള്ള പ്രദേശങ്ങളിൽ കരിമ്പ് കൃഷി വർദ്ധിക്കുന്നത് ദീർഘകാലം ആയിട്ട് നിലനിർത്തുമോ എന്നാണ്. അടുത്ത ഒരു പോയിന്റ് പറഞ്ഞു വരുമ്പോൾ ഇന്ത്യയുടെ അടുത്ത വലിയ എത്തനോൾ വിള ചോളമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയിൽ ചോളം അടിസ്ഥാനമാക്കിയുള്ള എത്തനോളിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ചില പ്രദേശങ്ങളിൽ ചോളം കരിമ്പിനെക്കാളും കുറവ് വെള്ളത്തിൽ കൃഷി ചെയ്യാൻ കഴിയും. വിളചക്രത്തിന് ഇത് സഹായിക്കുകയും ചെയ്യും. പക്ഷേ ചോളം ഒരു ഭക്ഷ്യവിളവ്, മൃഗങ്ങളുടെ തീറ്റയുമാണ്. അതിനാൽ എത്തനോളിൻ്റെ ആവശ്യം വർദ്ധിച്ചാൽ ചോളത്തിൻ്റെ വിപണിയെ അത് ബാധിക്കാം. അതാണ് നമ്മളെ ചോദ്യം. അപ്പോൾ പോയിന്റ് 5 എന്ന് പറഞ്ഞാൽ അരിയിൽ നിന്ന് എത്തനോൾ. ഇന്ത്യയിൽ ചില സാഹചര്യങ്ങളിൽ അധികമായി ലഭിക്കുന്ന അല്ലെങ്കിൽ നിശ്ചിത നയപ്രകാരം അനുവദിച്ചുള്ള ധാന്യങ്ങൾ ഒന്നാണ് നിർമ്മിക്കുന്നതാണ് എത്തനോൾ. ഇവിടെ പ്രധാന ചോദ്യങ്ങൾ: ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ടോ? ധാന്യം ശേഖരം മതിയോ? വിളക്കയറ്റം ഉണ്ടാകുമോ? ഇത് ചോദ്യങ്ങൾക്ക് ഉത്തരം ഒരു വർഷത്ത് വിളവിനെ നയങ്ങളെ ആശ്രയിച്ചിരിക്കും. പിന്നെ അടുത്ത പോയിന്റ് നമ്മൾ നോക്കുമ്പോൾ അഗ്രികൾച്ചർ വേസ്റ്റ്, ഭാവിയുടെ പ്രതീക്ഷ. അതാണ് ഇനി ഒരു വലിയ പ്രതീക്ഷ. കൃഷി മാലിന്യങ്ങളിൽ നിന്ന് ഇന്ധനം. നെല്ലിൻ്റെ വൈക്കോല്, ഗോതമ്പിൻ്റെ വൈക്കോല്, ചോളത്തിൻ്റെ അവശിഷ്ടങ്ങൾ, കരിമ്പ് അവശിഷ്ടങ്ങൾ ഇവ കത്തിച്ച് മലിനീകരണം ഉണ്ടാക്കുന്നതിന് പകരം ഇന്ധനം ആക്കാൻ കഴിഞ്ഞാൽ അതാണ് 2G എത്തനോളിൻ്റെ ആശയം. അപ്പോൾ 2G എത്തനോൾ എന്താണെന്ന് നമുക്ക് തോന്നും. ആദ്യ തലമുറ 1G എത്തനോൾ സാധാരണയായി പഞ്ചസാരയോ ധാന്യങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. രണ്ടാം തലമുറ 2G എത്തനോൾ
കൃഷി മാലിന്യങ്ങളിൽ നിന്ന് സെല്ലുലോസിൽ നിന്ന് നിർമ്മിക്കുന്നതാണ്. ഇതിന്റെ ഗുണങ്ങൾ മാലിന്യത്തിന്റെ മൂല്യം ലഭിക്കുന്നുണ്ട്. ഭക്ഷ്യവിളവുകളുടെ സമ്മർദ്ദം കുറയും. വൈക്കോൽ കത്തിക്കൽ കുറയ്ക്കും, അത് സഹായിക്കും. പക്ഷേ സാങ്കേതിക വിദ്യ സങ്കീർണം, ചെലവേറിയതുമാണ് ഇതിന്റെ. അപ്പോൾ അടുത്ത പോയിന്റ് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് റിന്യൂവൽ എന്നത് മാത്രം മതിയോ? എത്തനോൾ ഒരു റിന്യൂവൽ ഫ്യൂവൽ ആണ്. പക്ഷേ റിന്യൂവൽ എന്നത് മാത്രം കൊണ്ട് എപ്പോഴും സസ്റ്റൈനബിൾ ആകണമെന്നില്ല. ചോദിക്കേണ്ടത് വെള്ളം എത്ര, ഊർജം എത്ര, ഭൂമി എത്ര, കാർബൺ കുറയ്ക്കുന്നുണ്ടോ? ഈ മുഴുവൻ ജീവിത ചക്രം വിലയിരുത്തണം. അടുത്ത നമ്മൾ പോയിന്റ് നോക്കുമ്പോൾ E100 ഭാവിയാണോ എന്നാണ്. E100 എല്ലാ വാഹനങ്ങൾക്ക് അനുയോജ്യമല്ല. അതിന് പ്രത്യേക ഫ്ലെക്സ് ഫ്യൂൽ എഞ്ചിനുകൾ ആവശ്യമാണ്. ഇന്ത്യയിൽ ഇപ്പോൾ പ്രധാന ശ്രദ്ധ E20യിലാണ്. ഭാവിയിൽ ഉയർന്ന എത്തനോൾ മിശ്രിതങ്ങൾ വർദ്ധിക്കുമോ എന്നത് സാങ്കേതിക വിദ്യ, വാഹനങ്ങൾ, ഉത്പാദന നയങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും. അടുത്ത 10ാമത്തെ പോയിന്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇന്ത്യക്ക് ശരിയായ വഴി ഏതാണ്? എന്നുവെച്ചാൽ പരിഹാരത്തിന് ഒരു വഴി മാത്രം പോരാ. ഭാവിയിൽ ഇന്ത്യക്ക് ഒരുപക്ഷെ ആവശ്യമായത് വൈദ്യുതി വാഹനങ്ങൾ, എത്തനോൾ, ബയോഗ്യാസ്, ഗ്രീൻ ഹൈഡ്രോജൻ, ബാറ്ററി സാങ്കേതിക വിദ്യ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു മൾട്ടി ഫ്യൂൾ സമ്പ്രദായം തന്നെ വേണം. അപ്പോൾ അടുത്ത പോയിന്റ് നമ്മൾ പോകുമ്പോഴത്തേക്ക് അന്തിമ ചോദ്യം എന്ന് ഞാൻ പറഞ്ഞു വരികയാണ്. ഭക്ഷണം സംരക്ഷിക്കണോ, വെള്ളം സംരക്ഷിക്കണോ, കർഷകന്റെ വരുമാനം വർദ്ധിപ്പിക്കണോ, ഇന്ധനം ഇറക്കുമതി കുറയ്ക്കണോ, അത് പരിസ്ഥിതിയെ സംരക്ഷിക്കണോ? ഇതാണ് ഇന്ത്യയുടെ യഥാർത്ഥ വെല്ലുവിളി. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് ഫുഡും ഫ്യൂവൽ തമ്മിലുള്ള കുറച്ച് ചോദ്യങ്ങൾ. ഈ പരമ്പരയിൽ നമ്മൾ കണ്ടത് എത്തനോൾ ഒരു ഇന്ധനം മാത്രമല്ല, അത് കൃഷിയുടെ കഥയാണ്, സമ്പദ് വ്യവസ്ഥയുടെ കഥയാണ്, ഊർജ സുരക്ഷയുടെ കഥയാണ്, പരിസ്ഥിതിയുടെ കഥയാണ്. പക്ഷേ ഇന്ത്യയുടെ ഭാവി ഒരു ഇന്ധനത്തിൽ മാത്രം ആശ്രയിച്ചിരിക്കില്ല. ഒരു ഇന്ധനം മാത്രം നടക്കൂല. ബുദ്ധിപരമായ നയങ്ങൾ, സാങ്കേതിക നവീകരണം, ജലസംരക്ഷണം, ഭാവി സുരക്ഷ ഇവയുടെ സന്തുലിതാവസ്ഥയിലാണ് യഥാർത്ഥ വിജയം. കാരണം ഇന്ത്യയുടെ യഥാർത്ഥ ഫ്യൂവൽ റെവല്യൂഷൻ എന്നത് പെട്രോളിനും എത്തനോളിനും കൊണ്ട് മാറ്റുക എന്നല്ല. ജനങ്ങളുടെ ഭക്ഷണം, കർഷകരുടെ ഭാവി, രാജ്യത്തിന് ഊർജ്ജ സുരക്ഷ, പരിസ്ഥിതി ഇവയെല്ലാം ഒരുമിച്ച് സംരക്ഷിക്കാൻ ഒരു സംവിധാനമാണ് നമുക്ക് ഇന്ത്യയിൽ വേണ്ടത്. അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് ഇലക്ട്രിക് ബസ്, എത്തനോളിനെ കുറിച്ച് ഞാൻ പറയുന്നതായിരിക്കും. അതുവരെ കാത്തിരിക്കുക. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും അവരവരുടെ വാഹനങ്ങളും അവരവരുടെ ഹെൽത്തും ടേക്ക് കെയർ ചെയ്യുക. താങ്ക് യു.